ഹലോ, ദക്ഷിണ ലേണിംഗ്സിന്റെ ടീം ബേസ്ഡ് അപ്രോച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ സയൻസ് ആൻഡ് ടെക്കിലേക്കാണ് കിടക്കുന്നത്. സയൻസ് ആൻഡ് ടെക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സോഴ്സസ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലേ. അപ്പൊ ഇതിൽ ഈ തീം ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് നടത്തുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗുണമുണ്ടാവും. നമുക്ക് ഇന്നിപ്പോ ഈ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോടെക്നോളജി നമ്മൾ കാണുന്നുണ്ടാവും. ഇപ്പൊ എന്തായാലും ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ബയോടെക്നോളജിയിൽ നോക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് റാൻഡം ആയിട്ടാണ് വരുന്നത്. നമുക്ക് സ്പെസിഫിക്കലി വരുന്ന ഒരു കാര്യത്തിനേക്കാളും കൂടുതലായിട്ട് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ 10 വർഷത്തെ അനാലിസിസ് ആണത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഓരോ വർഷവും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് മിനിമം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ 2020 മാത്രമാണ് 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി ഇത് ബയോടെക്നോളജി മാത്രമായിട്ട് എടുത്തേക്കാണ്. ബേസിക് ആയിട്ടുള്ള ബയോളജിയോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വരികയാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഇൻക്രീസ് ചെയ്യും. ഇത് സ്റ്റാറ്റിക് പോർഷന്റെ ഒരു രീതിയിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയും ഉണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു പോർഷൻ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും രണ്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 മാർക്ക് ഓഫ് കോഴ്സ് പോകാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ഇയറിലെ 24 ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾഡ് ഹൈഡ്രോജൽസിന്റെ അപ്ലിക്കേഷൻ ചോദിച്ചിട്ടുള്ളത്. കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറിക്ക് യൂസ് ചെയ്യാം, മൊബൈൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് യൂസ് ചെയ്യാം, അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസിന് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ 3 അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് ഹൈഡ്രോജൽ എന്തുകൊണ്ട് ഹൈഡ്രോജൻ ചോദിച്ചത് എന്നുള്ളത് നമുക്ക് എന്തായാലും പോകുമ്പോൾ മനസ്സിലാവും. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ GM ക്രോപ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിവേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതും 24 തന്നെ 2 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 23 നോക്കുകയാണെങ്കിൽ ഒരു ടേം ബേസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഏരിയൽ മെറ്റാജീനോമിക്സ് എന്ന് പറഞ്ഞിട്ട്. അത് എന്തിനെ റിലേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മൈക്രോ സാറ്റലൈറ്റ് DNA അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ടേം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊന്ന് വീണ്ടും ഒരു അപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ചെറിയൊരു എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് പാൻഡമിക് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതെന്തായിരിക്കും? വാക്സിൻ ആയിരുന്നു. വാക്സിന്റെ അപ്ലിക്കേഷൻ നമ്മൾ എന്തായാലും എല്ലാവരും വാക്സിനേഷന് വേണ്ടി പോയതും ആ ഡ്രൈവ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിരുന്നു അല്ലെ. അതിന്റെ ബേസ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത എല്ലാ വാക്സിന്റെയും എന്തായിരുന്നു എന്ന് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നമ്മളെല്ലാവരും അപ്ഡേറ്റഡ് ആയിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഈ ചോദ്യമൊക്കെ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇനി ബയോഫിലിംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വീണ്ടും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസീസ് ബേസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിൽ നോക്കുമ്പോൾ എല്ലാത്തിന്റെയും ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി, ഓരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം കൂടുതലും ഇതിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് സ്റ്റാറ്റിക്, ഇത് തമ്മിലൊരു റിലേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് ഇപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ 2 സ്റ്റേറ്റ്മെന്റും നമുക്ക് സ്റ്റാറ്റിക് എന്നാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം കറണ്ട് അഫയേഴ്സ്. ആ കറണ്ട് അഫയേഴ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലോജിക്കലി നമുക്ക് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളോ അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ അല്ലെ. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ആണ് നമുക്ക് ഇതിന് വേണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് പഠിക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു സ്റ്റാറ്റിക് പോർഷൻ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എനിവേ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്ന ബയോടെക്നോളജി എന്താണെന്ന് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. ബയോടെക്നോളജി നമ്മൾ പോകുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഓക്കെ, എനിവേ നമുക്ക് ബയോടെക്നോളജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് ബയോടെക്നോളജി. ബയോളജിയും ടെക്നോളജിയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡാണ് ബയോടെക്നോളജി അല്ലെ. അപ്പോൾ ഇതിലെന്തായിരിക്കും ലിവിങ് ഓർഗാനിസംസോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് നമുക്ക് വേണ്ട ടെക്നോളജിക്കൽ ചേഞ്ചസിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് എന്ത് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പല ടൈപ്പ് ഓഫ് ബയോടെക്നോളജീസ് ഉണ്ട്. ഓക്കെ, ഈ ബയോടെക്നോളജി തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇതൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു സ്റ്റാറ്റിക് പോർഷനിൽ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം വരികയാണെങ്കിൽ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരിക്കും. എന്താണ് റെഡ് ബയോടെക്നോളജി? റെഡ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മെഡിസിൻ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റെഡ് ബയോടെക്നോളജി എന്ന് വിളിക്കുന്നത്. ഇനി വൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജിയാണ് കേട്ടോ. ഇനി വേറൊന്ന് യെല്ലോ ആണെങ്കിൽ ഫുഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന സമയത്താണ് യെല്ലോ ബയോടെക്നോളജി കിട്ടുന്നത്. ഇനി മറ്റൊന്നാണ് നമുക്ക് എൻവയോൺമെന്റൽ അപ്ലിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിനെന്ത് വിളിക്കാൻ പറ്റും? ഗ്രേ ബയോടെക്നോളജി എന്ന് വിളിക്കാൻ പറ്റും. ഗ്രീനിലേക്ക് പോവുകയാണെങ്കിൽ അഗ്രികൾച്ചർ. അവിടെ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരും അല്ലെ. ഗ്രേയും ഇതൊന്നും തമ്മിലൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം? അഗ്രികൾച്ചറിലേക്ക് പോകണം. ഇനി ബ്ലൂ ആണെങ്കിൽ മറൈൻ സോഴ്സസ്, അത് നമുക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ബയോ ടെററിസം. അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ്.
എനിവേ ഇതൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്തായാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് പോകാം. സെൽ ബയോളജി എന്താണ്? സെല്ല് എല്ലാവർക്കും കേട്ടുപരിച്ചുള്ള ഒരു കാര്യമായിരിക്കും. എന്താണ് സെല്ലെന്നും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് ലിവിങ് ഓർഗാനിസത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ് ഒരു സെൽ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേസിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് സെൽ എന്നുള്ള രീതിയിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന് പകരം അതിൻ്റെ അകത്തുള്ള ഏതൊക്കെയാണ് കോമ്പണൻസ് എന്നുള്ള അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ലൈസോസോം എന്താണെന്ന് നമ്മൾ പറയാറുണ്ട്. ലൈസോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂസൈഡ് ബാഗ് എന്ന് വിളിക്കും. ഇനി മറ്റൊന്നാണ് ജനറ്റിക് മെറ്റീരിയൽ. അത് പൊതുവെ എവിടെ കാണുന്നത്? നമ്മുടെ ന്യൂക്ലിയസിനകത്താണ് ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നത്. ഇനി മറ്റൊന്ന് മൈറ്റോകോൺട്രിയ, പവർ ഹൗസ് എന്ന് പറയും. അതായത് നമുക്ക് എനർജി കംപ്ലീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറയുന്ന മൈറ്റോകോൺട്രിയ എന്നാണ്. ഇനി ഈ DNA മെറ്റീരിയൽ, ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ, അത് ന്യൂക്ലിയസിനകത്താണെന്ന് പറഞ്ഞായിരുന്നു. ഇനി ഗോൾഗി അപ്പാരറ്റസ്, റൈബോസോംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസിന് ഉപയോഗിക്കുന്നതാണ്. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജിങ് ഓഫ് പ്രോട്ടീൻസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ER എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, ആക്ച്വലി ഇവിടുന്ന് ഡയറക്റ്റ് ചോദ്യം ചോദിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഏരിയ നമുക്കൊന്ന് ലോജിക്കലി ചിന്തിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. ഓക്കെ, നമ്മൾ സെല്ലിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസിക്കലി ഇതും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രോകാരിയോട്ടിക് സെൽ എന്നും പറയും, യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പൊതുവെ സിംഗിൾഡ് സെല്ലായിട്ടുള്ള ഓർഗാനിസംസിനൊക്കെ നമ്മൾ പറയുന്നത് പ്രോകാരിയോട്ട് സെൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാറുണ്ട് പൊതുവെ. അതിനെന്താണ്? ന്യൂക്ലിയസ് ഇല്ല. ഈ പ്രോകാരിയോട്ട് എന്നുള്ളതിന്റെ മീനിങ് തന്നെ വിത്തൗട്ട് ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. ഓക്കെ, അതുപോലെ യൂകാരിയോട്സ് എന്ന് പറയുന്നത് വിത്ത് ന്യൂക്ലിയസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? നമ്മുടെ പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെൽ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ? പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും നിന്ന വ്യത്യാസം എന്താ? ബേസിക്കലി വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 കാര്യങ്ങളുണ്ട്. കാരണം പ്ലാന്റ്സ് കൂടുതലും ഈ അവരുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനിമൽ സെൽസിന് ആവശ്യമുള്ളത് വേറൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഡിഫറൻസ് ഒക്കെ ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി സൊമാറ്റിക് സെല്ലും അതുപോലെ ഗാമേറ്റ് സെൽ എന്നും പറയുന്ന വേറൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ സൊമാറ്റിക് സെൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊതുവെ എല്ലാ സെല്ലിനും നമ്മൾ വിളിക്കുന്നതാണ് സൊമാറ്റിക് സെൽ, എക്സെപ്റ്റ് എന്താണ്? ഈ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെൽസിനെ ഒഴികെ ബാക്കിയുള്ളതിനൊക്കെ വിളിക്കുന്നതാണ് സൊമാറ്റിക് സെൽ. അപ്പൊ ഗാമേറ്റ് സെൽ എന്തായിരിക്കും? റീപ്രൊഡക്റ്റീവ് സെൽസ് ആണ്. അതായത് പൊതുവെ സ്പേമും എഗ്ഗിനെയാണ് നമ്മൾ ഗാമേറ്റ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഇതിലെ വ്യത്യാസം എന്തായിരിക്കും? നമ്പർ ഓഫ് ക്രോമോസോംസിലുള്ള വ്യത്യാസമാണ്. ക്രോമോസോംസ് എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും നമ്പർ ഓഫ് ക്രോമോസോംസിൽ വ്യത്യാസം ഉണ്ടാവും. 23 പെയറാണ് സൊമാറ്റിക് സെല്ലിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് സെൽ ബയോളജിയിൽ ജസ്റ്റ് ഒന്ന് ഐഡിയ ഉണ്ടാക്കി വെക്കുന്നു. ബയോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എനിവേ, പക്ഷെ ഇതൊന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോകാനായിട്ടേ എളുപ്പമാവുള്ളൂ. ഓക്കെ, ഇനി ജീൻസ്, ജീനോംസ്. ഇവിടെ നമ്മുടെ ബയോടെക്നോളജിയുടെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ജീൻസും ജീനോംസും എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിലുള്ള വ്യത്യാസം പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല എന്ന് തോന്നാറുണ്ട്. കാരണം രണ്ടും ഒന്നാണെന്ന് വിചാരിക്കുന്ന പലരുണ്ട് അല്ലെ? അതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഈ നമ്മൾ പറഞ്ഞല്ലോ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറഞ്ഞിരുന്നത്? നമ്മുടെ ന്യൂക്ലിയസിനകത്ത് അല്ലെ? ഈ ന്യൂക്ലിയസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ, അതിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറെ കോയിലായിട്ട് ഇങ്ങനെ ചുമ്മാ കുറെ കിടക്കുക. ഓക്കെ, ഈ കോയിലായിട്ടുള്ള സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എടുത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു എക്സ് ഷേപ്പിലുള്ള സാധനം കാണും. ആക്ച്വലി ഞാൻ എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുക കേട്ടോ, ശരിക്കും അങ്ങനെയല്ല. ടെക്നിക്കലി കുറച്ചും കൂടെ നമ്മളത് പറയുന്ന സമയത്ത് ബേസിക്കലി അത് നിൽക്കുന്നത് ഈ കോയിൽഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അറ്റ് ദ ടൈം ഓഫ് ഡിവിഷൻ അത് ഈ പറഞ്ഞ ഷേപ്പിലേക്ക് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, ക്രോമസോമിന്റെ നമുക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ക്രോമസോമിന്റെ ഷേപ്പ് ഇങ്ങനെ ആയി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. അങ്ങനെ ഈ ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ക്രോമസോം 3 ഡയമെൻഷനിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കുറേ കോയിൽസ് ഇതിനകത്തുണ്ട്. ഓക്കെ, ഈ കോയിലുകളൊക്കെ നമ്മൾ അൺകോയിൽ ചെയ്ത് വിചാരിക്കുക. അതായത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചേക്കുന്നത് കംപ്ലീറ്റ്, അത് ഈ ചുരുട്ടി ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പൊ ഈ എക്സ് എന്ന് പറഞ്ഞ ഷേപ്പ് പോലെയുള്ളതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നീണ്ടു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും? ഒരു വലിയൊരു നൂല് പോലത്തെ ഒരു സാധനം കിട്ടും അല്ലെ? അതിനെ നമ്മൾ DNA എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. അപ്പൊ ഈ DNAയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ആ അൺകോയിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് ജീനോം. അതായത് ഈ ജീനോമിനകത്ത്
ഒരു ഹ്യൂമൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് പറയില്ലേ ആ സ്പീഷീസിന്റെ കംപ്ലീറ്റ് സീക്വൻസിങ് എന്താണെന്ന് പറയാൻ പോകുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള DNA മെറ്റീരിയൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ജീനോം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ജീനോമിന്റെ ഒരു പാർട്ടിനെ നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്. ആ ജീൻ എന്ന് വിളിക്കുന്ന പാർട്ട് ഏതായിരിക്കും? നമ്മളിപ്പോ പല ട്രെയ്റ്റ്സും എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഭാഗത്തിന് മാത്രമായിരിക്കും ജീൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലർക്ക് കാഴ്ചയിൽ തന്നെ എന്തുണ്ടാവാം, ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും, ചിലർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും, അതായത് ചിലർക്ക് റെഡ് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലർക്ക് ഗ്രീൻ കാണാൻ പറ്റില്ല, ചിലർക്ക് ബ്ലൂ കാണാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ വിഷന്റെ ഭാഗത്തിനെ മാത്രം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തിന്റെ കോഡിങ് മാത്രം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. AGTC, അതായത് അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന ആ ഒരു പെയറിംഗ് ഒക്കെ വെച്ചിട്ട് ഷുഗറും, അതായത് നമ്മുടെ പെൻറ്റോ ഷുഗർ, പിന്നെ ഫോസ്ഫേറ്റ് ലിങ്കേജ്, ഇതൊക്കെ കൂടുമ്പോഴാട്ടോ ഒരു DNA സ്ട്രക്ചർ വരുന്നത്. ഒന്ന് നോക്കണേ, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്ട്രക്ചറിന്റെ പെയറിംഗിൽ ഇങ്ങനെ നമ്മൾ പോകുന്ന AGTCന്റെ പെയറിംഗ് ഇങ്ങനെ പോയി കുറേ കാണുമല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ സെറ്റിന് മാത്രം ഉണ്ടാവുന്ന ഒരു പോർഷൻ അത് നമ്മുടെ ട്രെയ്റ്റിന് എക്സ്പ്രസ് ചെയ്യും. അത് ട്രെയ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുള്ള ഒരു ഭാഗമായിരിക്കും. അത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടാവും, എല്ലാ സെല്ലിലും സെയിം ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോർഷൻ ഓഫ് ഈ പറയുന്ന ജീനോമാണ്. ജീനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ജീനും ജീനോമും, അപ്പൊ നമ്മൾ ഇത് ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേസിൽ വെച്ചിട്ട് ആദ്യത്തെ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടോപ്പിക്കിലേക്ക് പോവാണ്. അതാണ് ജീനോം ഇന്ത്യ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 10,000 ജീനോം പ്രൊജക്ട് എന്നുള്ള പേരുമുണ്ട്. ഇത് ഇന്ത്യ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കൊല്ലത്തെ ഒരു ന്യൂസ് ആയിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കാം, കാരണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ, നമുക്കൊരു അച്ചീവ്മെന്റ് ആണല്ലോ. ഇത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10,000 ഇന്ത്യൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ കംപ്ലീറ്റ് ജീനോം സീക്വൻസിങ്, അതായത് ഈ ജീനോം എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ, നമ്മുടെ ആ AGTC എന്ന് പറയുന്ന ആ പേര് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും ഓരോ വ്യത്യാസം കാണും. ആദ്യം ചിലപ്പോൾ A വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ വീണ്ടും A വന്നിട്ടുണ്ടാവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് A കഴിഞ്ഞിട്ട് G ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള പെയറിംഗ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ആ പെയറിംഗ് എപ്പോഴും കോംപ്ലിമെന്ററി ആയിട്ടേ പോകുള്ളൂ, പക്ഷെ ആ ഒരു സീക്വൻസ് എന്ന് പറയുന്ന സാധനം വ്യത്യാസം വരും. ഓക്കെ, ആ വ്യത്യാസത്തിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു? 10,000 ആൾക്കാരുടെ ഇതുപോലത്തെ സീക്വൻസുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 10,000 ആൾക്കാർ നമ്മൾ കണ്ടുവച്ചേക്കുന്നത് 99 ഡിസ്റ്റിങ് പോപ്പുലേഷൻ ആണ്. ഇന്ത്യ എത്ര ഡൈവേഴ്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്ക് നമ്മൾ പറയില്ലേ യൂണിറ്റിയും ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു എത്നിക് ഗ്രൂപ്പ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ 99 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഇതുപോലത്തെ സംഭവങ്ങൾ എടുത്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിവിഡ്നെസ് മനസ്സിലാക്കാനുള്ള എളുപ്പമായിരിക്കും. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും വരുന്ന അസുഖങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളാണ്. അതായത് കേരളത്തിലുള്ള അസുഖങ്ങളല്ല, പൊതുവെ മുകളിലേക്ക് പോയി കിട്ടുന്ന അസുഖങ്ങൾ. അപ്പോൾ മെയിൻലി അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഒക്കെ കുറേ ഉണ്ടാവാറുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചാൽ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാലേ നമ്മൾ പൊതുവെ പറയുന്നത്, നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ ഒരു കേസ് നമ്മൾ പഠിക്കാറുണ്ട്. കൂടുതലും എന്താണ് ഈ പറഞ്ഞ നമ്മൾ എൻഡോഗാമി പ്രാക്ടീസ് ചെയ്യുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. കാസ്റ്റ് എൻഡോഗമി, അതായത് വിത്തിൻ ആ ഒരു ഇതിനകത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള മ്യൂട്ടേഷൻസോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ജനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതായത് ഈ സെറ്റ് ഓഫ് ആൾക്കാരിൽ എവിടെയാണ് ശരിക്കുള്ള സെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് ആ ഇഷ്യൂ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഇതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈൽ സ്റ്റോൺ ആയിട്ട് എടുക്കാനുള്ള റീസൺ. ഓക്കെ, ഇത് നമ്മൾ ആക്ച്വലി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തതിൽ തന്നെ നമ്മൾ അത്രയും വലിയൊരു പോപ്പുലേഷൻ ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നമുക്കതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു കാര്യമാണ്, ഇപ്പൊ ഹ്യൂമന്റെ പോലെ തന്നെ 1 Day 1 Genome ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇനീഷ്യേറ്റീവും കൂടെ ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെയും അതുപോലെ ബയോടെക്നോളജി റിസർച്ച് ആൻഡ്
ഇന്നോവേഷൻ കൗൺസിൽ, ബ്രിക് ആണ്, നമ്മുടെ മറ്റേ ബ്രിക്സ് അല്ല, ഇത് കൺഫ്യൂഷൻ ആവരുത്. ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ കൗൺസിൽ, ഇവരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1 day 1 genome പ്രോജക്റ്റ്. ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ ഈ ബാക്ടീരിയാസിന്റെയും ഓരോ ജീനോമും എടുത്തിട്ട്, ഓരോ ബാക്ടീരിയയുടെയും ഓരോ ജീനോമും നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഓരോ ദിവസവും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു നമുക്ക് ഉള്ള ഒരു എന്താ പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവായിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഷോക്കേസ് ദ ഇനോമസ് മൈക്രോബിയൽ പൊട്ടൻഷ്യൽ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും മൈക്രോബിയൽ എന്ന് ഉദ്ദേശിക്കുന്ന ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള കൊണോട്ടേഷൻ എന്നുള്ള രീതിയിൽ എടുക്കരുത്. നിങ്ങളിപ്പോൾ ഉള്ള ആ റൂം മൊത്തം മൈക്രോബ്സ് ആണെങ്കിൽ അതിനകത്ത് ഈ കയ്യിൽ ഒതുങ്ങാവുന്ന അത്ര മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സ് ഉള്ളൂ. മറ്റൊക്കെ നമുക്ക് ഉപകാരമുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ജീനോംസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉപകാരം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് എക്സ്ട്രാ ക്രോമസോമൽ DNA എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു ടേം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എവിടുന്ന DNA എടുത്തിരുന്നത്? ക്രോമസോം അല്ലെ. ക്രോമസോം എവിടെയായിരുന്നു? ഈ പറഞ്ഞ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ന്യൂക്ലിയസിനകത്ത്. ഓക്കെ, അതായത് ക്രോമസോം ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? DNA കിട്ടിയത്. ഇതല്ലാതെ മറ്റൊരു രീതിയിലുള്ള ഒരു DNA നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മൈൻഡ് ചെയ്തില്ലായിരുന്നു, കാര്യമായിട്ടൊന്നും ഇതൊന്നും വില വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഈ അടുത്ത് നടന്ന ഒരു സ്റ്റഡിയിൽ മനസ്സിലാക്കി, ഈ എക്സ്ട്രാ ക്രോമസോമൽ DNA അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ DNA, അതായത് ക്രോമസോമിലല്ലാതെ മറ്റെവിടെയെങ്കിലും, അത് ന്യൂക്ലിയസിലാവാം, ന്യൂക്ലിയസിന് പുറത്തും ആവാം കേട്ടോ, അവിടെ എവിടെയെങ്കിലും കാണുന്ന ഈ DNA സ്ട്രാൻഡ്സ് ഈ പറഞ്ഞ ക്യാൻസറസ് സെൽസിന് മൾട്ടിപ്ലിക്കേഷൻ, ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് 40% എന്നുമാണ് നമ്മൾ പറയുന്നത്. അത്രയും ചാൻസസ് ഉണ്ടെന്ന്. അതും ഈ പറഞ്ഞ സ്മോക്കിംഗ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് 90% ചാൻസസ് ഇതിന് ഇൻക്രീസ് ചെയ്യാനുള്ള, അത് ഈ പറഞ്ഞ എക്സ്ട്രാ ക്രോമസോമൽ DNAs വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ആക്ച്വലി നമ്മൾ ഈ പ്രോട്ടീൻ സിന്തസിസ് നമ്മൾ പറയുന്നുണ്ട്, പ്രോട്ടീൻ സിന്തസിസ്. ഈ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നടക്കുന്ന സമയത്ത് എന്താ പറയുന്ന ഒരു റെസിഡ്യൂവൽ ആയിട്ടൊക്കെ പോയി കിടക്കുന്നതും അതൊക്കെ കാരണം കൊണ്ട് ഉണ്ടാവുന്നതാണ്. ശരിക്കും ഒരുവിധം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ്. ഇത് കാരണമാണ് പൊതുവെ എന്തുണ്ടാവുന്നത്, ക്യാൻസർ ഉണ്ടാവുന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എക്സ്ട്രാ ക്രോമസോമൽ DNA എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ക്രോമസോമിൽ ഇല്ലാത്ത മറ്റെവിടെയെങ്കിലും കാണപ്പെടുന്ന DNA-നെയാണ് എക്സ്ട്രാ ക്രോമസോമൽ DNA എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ ഈസ് എ DNA ഫൗണ്ട് ഔട്ട്സൈഡ് ഓഫ് ക്രോമസോം എയ്തർ ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് സെൽ. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഔട്ട്സൈഡ് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ന്യൂക്ലിയസിനകത്തും കാണപ്പെടുന്നതാണ് എക്സ്ട്രാ ക്രോമസോമൽ DNA. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹാസ് എഫക്ട് ഓൺ ക്യാൻസർ പ്രോഗ്രഷൻ. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കുന്നതാണ്, ഡ്രഗ് റെസിസ്റ്റൻസിനും കൂടെ പ്രശ്നം ഉണ്ടാക്കും. അതായത് നമ്മളിപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. പൊതുവെ നമ്മളല്ല, ആക്ച്വലി മൈക്രോബ്സ് നമ്മൾ കൊടുക്കുന്ന ഡ്രഗിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങി അവർക്ക് അതിനെതിരെയുള്ള ഒരു ആന്റിബോഡി പ്രവർത്തിച്ചു വരുമ്പോൾ എന്തുണ്ടാവും, നമ്മൾ കഴിക്കുന്ന മരുന്നിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത ഒരു അവസ്ഥയായി മാറും അല്ലെ. അതിനാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പല ഇനീഷ്യേറ്റീവ് ഇതിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, വെറുതെ പോയിട്ട് ആന്റിബയോട്ടിക് വാങ്ങിച്ച് കഴിക്കില്ലേ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കഴിക്കില്ലേ എന്നൊക്കെ പറയുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇതുമാണല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അതായത് അതിനു വേണ്ടിയിട്ടും ഈ എക്സ്ട്രാ ക്രോമസോമൽ DNA കാരണം കൂടെ നമ്മൾ ഈ പറഞ്ഞ ഡ്രഗ് റെസിസ്റ്റൻസും കൂടെ ഡെവലപ്പ് ആവാനുള്ള റീസൺസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സ് പോലും, അതായത് മരുന്നാട്ടോ ഉദ്ദേശിക്കുന്ന മരുന്നുകൾ പോലും മര്യാദയ്ക്ക് പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് കാരണം ആവും എന്നുള്ള രീതിയിലും കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഈ എക്സ്ട്രാ ക്രോമസോമൽ DNAയും കൂടെ കഴിഞ്ഞാൽ മറ്റൊരു ഇതാണ് വരുന്നത്, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ഓക്കെ, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം അത് പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിക് ആസിഡ്, ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇസ് എ ജെനറ്റിക് വേരിയേഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ എ സിംഗിൾ ബേസ് പെയർ ഇൻ എ DNA ചേഞ്ചസ്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, അതായത് AGTC എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു വേരിയേഷൻ ഒക്കെ, ഐ മീൻ ആ കോംപ്ലിമെന്ററി ഒക്കെ വെച്ചിട്ടാണല്ലോ DNA ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ, ആ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ. അതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് Aക്ക് വരും T വരിക, ഐ മീൻ Aക്ക് വരും G വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുവാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് സിംഗിൾ ബേസ് പെയറിലാണ് വ്യത്യാസം വന്നതെങ്കിൽ അതിനെയാണ് സിംഗിൾ ന്യൂക്ലിയോയിഡ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ആക്ച്വലി ആ ഒരു ചേഞ്ച് വരെ നമുക്ക് മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു റീസൺ ആണ്. ഓക്കെ, ഈ ടേം എന്തിനാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം നമുക്ക് എക്സാമിന് മനസ്സിലാക്കി വെച്ചാൽ മതി, പഠിച്ചാൽ മതി. കാരണം കൂടുതൽ ഫാക്ട് ഓറിയന്റഡ് ആണല്ലോ. പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊരു ജെനറ്റിക് വേരിയേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം
ജനറ്റിക് വേരിയേഷൻ്റെ മെയിൻ റീസൺ ഇതാണ്. അറ്റ് ദ സെയിം ടൈം എന്താണ്, പല അസുഖങ്ങൾക്കുള്ള റീസണും ഇത് തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് പറയുന്നത് ഈ ജീനോമിന്റെ ഒരു ഏരിയയിൽ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് വീണ്ടും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് പോകാം. DNA-യും RNA-യും തമ്മിലുള്ള വ്യത്യാസം. DNA RNA ഡിഫറൻസ് ഒക്കെ നമ്മൾ പല ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ UPSC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് NCERT വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടുന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലോജിക്കലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കാം എന്നുള്ളൊരു റീസൺ മാത്രമേ ഇതുകൊണ്ടൊരു ഉപയോഗമുള്ളൂ. ഇപ്പൊ DNA RNA തമ്മിലുള്ള വ്യത്യാസത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് ഷുഗർ ചേഞ്ചസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്നതല്ല, അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ആ ഷുഗറിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഫസ്റ്റത്തെ എന്തായിരിക്കും, DNA-യിനകത്തുള്ളത് ഡിയോക്സി റൈബോസ് ആണ്. ഡിയോക്സി റൈബോസിന്റെ അതേപോലെ മറ്റേത് റൈബോസ് എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റും. വ്യത്യാസം ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു HOH എന്നുള്ള ഒരു ഡിഫറൻസ് തന്നെ കാണാൻ പറ്റും. അതായത് ഓക്സിജൻ എടുത്ത് മാറ്റി, അതാണ് ഡിയോക്സി റൈബോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഓക്സിജൻ മാറ്റി, അവിടെ ഇല്ല, അതൊന്ന് എലിമിനേറ്റഡ് ആയി എന്നുള്ള അതിന്റെ മീനിങ് ആണ് ഡിയോക്സി റൈബോസ്. റൈബോസ് എന്ന് ഒരു ഓക്സിജൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പൊസിഷൻ എന്ന് പറയുന്നത് തേർഡ് പൊസിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് റെലവെന്റ് അല്ല, ആക്ച്വലി മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി അതേപോലെ ഇതിനകത്തുള്ള നൈട്രജൻ ബേസിസിൽ വ്യത്യാസമുണ്ട് അല്ലെ. നൈട്രജൻ ബേസിസിന്റെ ഒരു ഡിഫറൻസ് നോക്കിക്കേ. DNA-യിലുള്ളത് തൈമിനാണെങ്കിൽ RNA-യിനകത്തുള്ളത് യുറാസിലാണ്. ഓക്കെ, തൈമിൻ യുറാസിൽ, മറ്റതെല്ലാം സെയിം തന്നെയാണ്. അതുപോലെ ഇവിടെ പെയറിംഗ് ഉണ്ട്. ആ പെയറിങ്ങിനെ വെച്ച് നോക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ നമുക്ക് തൈമിൻ വന്നത്. ശരിക്കും തൈമിനും യുറാസിലും തമ്മിലുള്ള ഡിഫറൻസ് വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇറലവെന്റ് ആണ്. നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യം, നമുക്ക് നേരെ പോയാൽ മതി. ഈ ഒരു ഡിഫറൻസ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മൾ ഈ DNA RNA ഒക്കെ കേട്ടുകൊണ്ടിരുന്നല്ലോ. ഈ DNA RNA ഇവര് തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, DNA എന്ന് പറയുന്നത് മെയിനായിട്ട് നടക്കുന്നത് ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ട്രെയ്റ്റ്സ് ഒക്കെ എങ്ങനെ നടക്കും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നത്, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ മാറിപ്പോകുന്നു എന്നുള്ള രീതിയിലാണ് DNA കൊണ്ടുള്ള ഉപയോഗം. പക്ഷെ DNA വെച്ചിട്ട് മറ്റൊരു ഉപയോഗം കൂടെ ഉണ്ട്. എന്താണ്, DNA കൊണ്ട് നമുക്ക് ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീൻ സിന്തസിസ് ഉണ്ട്. ഈ പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, ഈ പ്രോട്ടീൻ ഉണ്ടാവുന്ന രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ DNA എവിടെയുള്ളത് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയസിനകത്ത് അല്ലെ. ന്യൂക്ലിയസിനകത്തുള്ള DNA ഈ പറഞ്ഞ പിക്കിലുള്ള പോലെ തന്നെ ഈ ന്യൂക്ലിയസിനകത്തുള്ള DNA-യിൽ നമുക്ക് ഏത് ഭാഗത്തുള്ള പ്രോട്ടീൻ ആണോ വേണ്ടത്, ആ പ്രോട്ടീനിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഒരു RNA വരും. അതായത് നമുക്ക് ഈ ജീൻ, അതായത് DNA-യുടെ ഏത് ഭാഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീൻ ആണോ വേണ്ടത്, ഒരു ജീനും ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോലത്തെ ഒരു പ്രോട്ടീൻ ആണ്, സ്ട്രാൻഡ്സ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ വേണ്ടത് ഏതാണോ ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അതിന്, ഇപ്പൊ നമ്മുടെ A ആണെങ്കിൽ Aക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഏതാണോ, അതായത് നമ്മൾ പറയുക അഡിനോസിൻ ഉണ്ടല്ലോ, അതുപോലെ അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഏതാണോ അതിങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള രീതിയിൽ ഒരു RNA ഇങ്ങനെ ഫോം ചെയ്ത് വരും. ആ RNA ഉണ്ടായതിനു ശേഷം അതെന്ത് ചെയ്യും, ആ പറഞ്ഞ ന്യൂക്ലിയസിന് വെളിയിലോട്ട് വരികയാണ്. ഓക്കെ, ന്യൂക്ലിയസിന് എങ്ങോട്ട് പോകും, നമ്മുടെ നേരെ സൈറ്റോപ്ലാസത്തിനകത്തുള്ള റൈബോസോം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകും. ഈ റൈബോസോമിനൊപ്പം ഒരു മെസ്സേജ് കിട്ടുകയാണ് പ്രോട്ടീൻ ഉണ്ടാക്കണം അല്ലെ. ഇപ്പൊ എവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയസിന് റൈബോസോം വരും, സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോം വരെത്തി. അപ്പൊ ഈ പറഞ്ഞ RNA റൈബോസോമിൽ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ റൈബോസോമിന് മനസ്സിലാവും എനിക്ക് പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട ഒരു ജോലി വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ആ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈബോസോം എന്ത് പറയും, മറ്റൊരു RNA അവിടെ ഉണ്ട്, ആ RNA അടുത്ത് പറയും പോയി അമിനോ ആസിഡിനെ കൊണ്ടുപോവാ എന്നുള്ള രീതി പറയും. അതായത് അമിനോ ആസിഡ് എന്തിനാ ഉള്ളത്, അമിനോ ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീനിന്റെ മോണോമറ. അമിനോ ആസിഡുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത് അല്ലെ. പലതരം അമിനോ ആസിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ഫുഡിൽ കഴിച്ചിട്ട് കിട്ടുന്നതാണ് എസെൻഷ്യൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പറയുന്നത്. ഇപ്പോൾ പലർക്കും പ്രോട്ടീനെ പറ്റിയിട്ടുള്ള പല കോൺഷ്യസ്നെസ്സും ഉണ്ടല്ലോ, ആ രീതിയിലുള്ളത് പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, അമിനോ ആസിഡ്സിനെ കൊണ്ടുവരാനായിട്ട് റൈബോസോം ഏൽപ്പിക്കും. അങ്ങനെ ഒരു RNA, അതും ഒരു RNA ആണ്. ആ RNA എന്ത് ചെയ്യും, ഈ പറഞ്ഞ റൈബോസോംസിനെ കൊണ്ടുവരും. എന്നിട്ട് ഈ പറഞ്ഞ പ്രോട്ടീനെ കൊണ്ടുവരും. ഈ റൈബോസോം എന്ത് ചെയ്യും, ഈ പറഞ്ഞ അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് ഈ നമ്മുടെ ആ ഒരു ആദ്യം വന്ന മെസ്സേജിൽ വന്ന RNA അവരുടെ ഇൻഫർമേഷൻ അനുസരിച്ച് ഇങ്ങനെ ഓരോ അമിനോ ആസിഡ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു നൂല് പോലെ വരുമല്ലോ, അതാണ് നമ്മളെ പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ആവശ്യമുള്ള അത്രയും പ്രോട്ടീൻ ഉണ്ടായി. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പേര്, ഇതിന് ഓരോരോ ടേംസ് ഉണ്ട്, ഒരു പേരുണ്ട്, അത് ജസ്റ്റ് പറയാം. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ആദ്യം DNA-ന്ന് ഒരു RNA ഉണ്ടായല്ലോ. ഈ RNA ഉണ്ടാവുന്ന DNA-ന്ന് RNA ഉണ്ടാവുകയും ആ RNA-ന്ന് റൈബോസോം വരെ പോകുന്ന ഭാഗം, അല്ലെങ്കിൽ DNA-ന്ന് RNA ഉണ്ടാവുന്ന ആ പോർഷൻ ഫസ്റ്റ്, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പേര്.
ഓക്കെ, ആ RNA ഉണ്ടായില്ല, ആദ്യം ഉണ്ടായിരുന്ന RNA അതെന്താ ചെയ്തത്? മെസ്സേജ് കൊണ്ടുവരിക ചെയ്തത്. റൈബോസോമിന്റെ അടുത്ത് പോയി പറയുകയാണ്, പോയി പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ ആ പറഞ്ഞ മെസ്സേജ്, അതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നത്? മെസ്സഞ്ചർ RNA എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ഈ റൈബോസോം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അമിനോ ആസിഡിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരു RNA ഏൽപ്പിച്ചായിരുന്നു. ആ RNA വിളിക്കുന്നതാണ് എന്ത്? ട്രാൻസ്ഫർ RNA, tRNA എന്ന് വിളിക്കും. ഓക്കെ, ഈ ട്രാൻസ്ഫർ RNA. ഇനി അതുപോലെ തന്നെ റൈബോസോം ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു RNA വെച്ചിട്ടാണ്. ഈ റൈബോസോമിൽ ഉണ്ടാക്കിയിരിക്കുന്ന RNA വിളിക്കുന്നതാണ് റൈബോസോമൽ RNA. 6 RNA, 3 RNA പറഞ്ഞല്ലോ, മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA, റൈബോസോമൽ RNA, ഈ 3 RNA-കൾ. ഓക്കെ, ഇനി പറഞ്ഞ മറ്റൊരു കേസ് എന്തായിരുന്നു? ഈ പ്രോട്ടീൻ സിന്തസിസ്. അതായത് മെസ്സഞ്ചർ RNA വന്നിട്ട് റൈബോസോമിൽ പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സ്, അതിനെ പറയുന്നതാണ് ട്രാൻസ്ലേഷണൽ പ്രോസസ്സ്. ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മാത്രം പറയും. അപ്പൊ ഈ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കൂടിച്ചേരുന്ന പ്രോസസ്സാണ് എന്ത്? പ്രോട്ടീൻ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. മൊത്തത്തിൽ പ്രോട്ടീൻ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, നമുക്ക് വരുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഒരുപാട് പ്രാവശ്യം ന്യൂസിൽ വന്നതാണ്, പണ്ടേ വരുന്നതാണ്. നമുക്ക് കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും RT-PCR ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ RT-PCRലെ RT എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ DNA RNA ഉണ്ടാവുന്ന പ്രോസസ്സായിരുന്നു. ഈ RNA തിരിച്ച് DNA പോകുന്ന പ്രോസസ്സാണ് എന്ത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. DNA RNA ആവുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ RNA DNA പോകുന്ന എന്തായിരിക്കും? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ പ്രോസസ്സ് നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിനെയാണ് എന്ത് വിളിക്കുന്നത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്നത്. എൻസൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കും നമ്മൾ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. ആ ഹെൽപ്പ് ചെയ്യുന്ന ആളെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൺഫ്യൂഷൻ ആക്കാൻ പാടില്ല. DNA RNA ആവുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ RNA DNA ആവുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി മറ്റൊരു ടേമാണ് സാറ്റലൈറ്റ് DNA. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. സാറ്റലൈറ്റ് DNA എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളിപ്പോൾ ഈ പറഞ്ഞ DNA ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ, ആ റിപ്പീറ്റേഷൻ ഭയങ്കര സ്പീഡും കുറേ റിപ്പീറ്റ് ചെയ്യുന്നു, ഹൈലി റെക്കറന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് സാറ്റലൈറ്റ് DNA എന്ന് വിളിക്കുന്നത്. ഹൈലി റിപ്പീറ്റേറ്റീവ് DNA കൺസിസ്റ്റിംഗ് ഓഫ് ഷോർട്ട് സീക്വൻസസ്. അത് AGTC ആണെങ്കിൽ ആ AGTC മാത്രമാണ്, ഒരേപോലത്തെ ആൾക്കാർ, ഒരേപോലത്തെ ബേസ് പെയർസ് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിനാണ് സാറ്റലൈറ്റ് DNA എന്ന് വിളിക്കുന്നത്. ഈ സാറ്റലൈറ്റ് DNA പല ടൈപ്പ് ഉണ്ട്. ആൽഫ സാറ്റലൈറ്റ് ഉണ്ട്, ബീറ്റ സാറ്റലൈറ്റ് ഉണ്ട്, മിനി സാറ്റലൈറ്റ് ഉണ്ട്, മൈക്രോ സാറ്റലൈറ്റ് ഉണ്ട്. ഈ മൈക്രോ സാറ്റലൈറ്റ് ആണ് നമുക്ക് എന്ത് വന്നത്? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് അല്ലേ. ഇത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ ആണ്. അതായത് അതിനകത്തുള്ള റെപ്പറ്റീഷൻ ഞാൻ പറഞ്ഞല്ലോ, സെയിം ബേസ് പെയർ ഒരുപോലെ ഉള്ളത് എത്രത്തോളം വരുന്നുണ്ട് എന്നതിന്റെ ബേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഫ, ബീറ്റ, മിനി, മൈക്രോ എന്നുള്ള രീതിയിലൊക്കെ പേരിൽ വരുന്നത്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്താണ് RNA എഡിറ്റിംഗ്. എന്തിനാ RNA എഡിറ്റ് ചെയ്യുന്നത്? RNA എഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? നമുക്കിപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ DNA RNA ഉണ്ടായി അല്ലെ, ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞ പ്രോസസ്സിന് DNA RNA ഉണ്ട്. ഈ RNA ആ ഒരു സ്ട്രാൻഡിൽ കുറെ AGTC എന്നൊക്കെ പറഞ്ഞതിനകത്ത് എന്തോ ഒരാള് മാറിപ്പോയി. മാറ്റം കാരണം എന്തുണ്ടാവും? ഡിഫക്റ്റ് വന്നു. ശരിക്കും ഉണ്ടാവുന്നതിൽ വേറെ എന്തോ വന്നപ്പോൾ ഡിഫക്റ്റ് വന്നു. ആ ഡിഫക്റ്റ് കാരണം എന്താവും? പ്രോട്ടീൻ സിന്തസിസ് ഒന്നെങ്കിൽ ചിലപ്പോൾ നടക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കാം? നോൺ ഫങ്ഷണൽ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് വേണ്ട രീതിയിലുള്ള സിന്തസിസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പ്രോട്ടീനിന് പകരം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഡിഫക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നിൽക്കുകയും ചെയ്യും. അത് നമുക്ക് ഡിസോർഡർ ഉണ്ടാക്കുമല്ലോ. അവിടെയാണ് അതായത് ഈ പറഞ്ഞ എറർ വരുന്ന ഒരു കേസ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് കറക്റ്റ് ചെയ്യാം. അതായത് എവിടെയാണോ ആ ഡിഫക്റ്റ് വന്നത്, ആ ഡിഫക്റ്റ് RNA സ്റ്റാൻഡിലുള്ള ഡിഫക്റ്റ് എന്താണോ ആ ഡിഫക്റ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് RNA എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, RNA എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ഡയഗ്രാം ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മൾ എന്ത് ചെയ്തു? എന്താണോ പ്രശ്നമുള്ള DNA RNA വന്നായിരുന്നു അല്ലെ. ഈ RNA എവിടെയാണോ പ്രശ്നമുള്ളത് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ബേസ് എന്താണോ പ്രശ്നം അത് മാത്രം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു RNA വരികയാണ്. ആ RNA വിളിക്കുന്നതാണ് ഗൈഡ് RNA. ഈ ഗൈഡ് RNA വന്നിട്ട് ഈ കട്ട് ചെയ്യാനും ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് ഈ പറഞ്ഞ അഡാർ എന്ന് പറയുന്നത്. അതായത് അഡിനോസിൻ ഡീഅമിനേസ് ആക്ടിങ് ഓൺ RNA. കുറച്ച് വലിയൊരു പേരാണ്, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊന്ന് നോക്കി വെക്കാം. എന്താണ് അഡിനോസിൻ? നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ഡീഅമിനേസ്, അഡിനോസിൻ ഡീഅമിനേസ് ആക്ടിങ് ഓൺ RNA, അതാണ് ADAR അല്ലെങ്കിൽ അഡാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ എഡിറ്റിംഗ് സംഭവിക്കുന്നത്.
ഓക്കെ, ഇത് എഡിറ്റ് ചെയ്യുന്നു, ഇതൊരു സിസർ പോലെ വർക്ക് ചെയ്ത് കട്ട് ചെയ്ത് അവിടെ മറ്റേ ആൾ വരുന്ന സമയത്ത് ആ ഗൈഡ് RNA വന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് ആ ഡിഫക്റ്റ് മാറ്റി പിന്നെ നമുക്ക് ആ ഡിസോർഡർ മാറുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. RNA എഡിറ്റിംഗ് എന്ന് നടക്കുന്ന ഈ പ്രോസസ് ഓഫ് മോഡിഫൈങ് മെസ്സഞ്ചർ RNA അല്ലെ, നമ്മളിവിടെ പറഞ്ഞ DNA RNA കൊണ്ടുവരുന്ന ആ ഒരു ഏരിയ ആണ് എന്ത് പറയുന്നത്, മെസ്സഞ്ചർ RNA ആയിട്ട് വർക്ക് ചെയ്യുന്ന, അവിടുത്തെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അവിടെ അതിനെ യൂസ് ചെയ്യുന്നതാണ് അഡാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യും, മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് അതിലുള്ള അഡിനോസിൻ, ആ പേരൊന്ന് ശ്രദ്ധിക്കുക, അഡിനോസിൻ ഡിയാമിനേസ് ആണ്. ഓക്കെ, അഡിനോസിന്റെ ആ ഒരു പേരിനെയാണ് അതിനെ മാറ്റി മിമിക് ചെയ്ത് എന്താക്കി മാറ്റും, അയോണോസിൻ ആക്കി മാറ്റും. അയോണിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്വാനോസിൻ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. അതായത് മിമിക് ചെയ്യുന്ന എന്തുമായിട്ടാണ്, ഗ്വാനിസിൻ അതുപോലത്തെ ഒരു സാധനമായിട്ടാണ് മിമിക് ചെയ്യുന്നത്. നമ്മുടെ ഗ്വാനിനായിട്ട് കൺഫ്യൂഷൻ ആക്കരുത്. ഗ്വാനിസിൻ എന്ന് പറയുന്നത് ഗ്വാനിന്റെ ഒരു ഡെറിവേറ്റീവ് ആയിട്ട് മനസ്സിലാക്കുക, ഇറലവൻ്റ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഏതാവുന്നു എന്നുള്ളത്. അഡിനോസിൻ എന്തായി മാറുന്നു, ഐനോസിൻ എന്ന് പറഞ്ഞൊരു മറ്റൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ മറ്റൊരു ബേസ് പെയറായിട്ട് മാറുകയാണ്. ഈ ചേഞ്ച്, അതായത് പറഞ്ഞ എക്ക് പകരം വേറെ ഏതോ നമുക്ക് ആവശ്യമില്ലാത്ത ഒരാൾ വരുന്നത് കൊണ്ട് അത് ചേഞ്ച് മനസ്സിലാക്കി അവിടെ എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി അത് മെസ്സേജ് അയച്ചിട്ട്, അതായത് അത് മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള പ്രോട്ടീൻ സിന്തസിസ് ഒന്നെങ്കിൽ നിർത്തുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കറക്ഷൻ നമ്മുടെ ബോഡി തന്നെ മാറ്റി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസൈസ് ആയിട്ടുള്ള ഇഷ്യൂസ് പൊതുവെ കറക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞ സ്ഥിതിക്ക് എങ്ങോട്ട് പോകേണ്ടി വരും, നമുക്ക് RNA എഡിറ്റിംഗ് പറഞ്ഞ സ്ഥിതിക്ക് DNA എഡിറ്റിംഗ് കാലങ്ങളായിട്ട് ന്യൂസിൽ കിടക്കുന്ന ഒരു കാര്യമാണ് DNA എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ DNA എഡിറ്റിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഐ മീൻ നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമ്മൾ പല രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും പലരും പറയുന്നതാണ് CRISPR-Cas9 എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ട്. CRISPR-Cas9 എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു DNA എഡിറ്റിംഗ് പ്രോസസ്സാണ്. DNA എഡിറ്റിംഗ് എന്താ, ഇതുപോലെ തന്നെ നമ്മുടെ RNA പോലെ തന്നെ DNA എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടാവുമല്ലോ. ഈ എററിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി പുതിയൊരു സാധനം വെക്കുക. ചിലപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം എടുത്ത് കളയാം, അല്ലെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് DNA എഡിറ്റ് ചെയ്യുന്നത്. മോഡിഫിക്കേഷൻ നടത്താൻ, അഡീഷൻ നടത്താം, ഡിലീഷൻ നടത്താം, മോഡിഫിക്കേഷൻ നടത്താം, ഏത് വേണമെങ്കിൽ നടത്താം. അതൊക്കെ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ പ്രോസസ്സുകൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് CRISPR-Cas9, ZFN എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ടാലൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇതൊക്കെ ഉണ്ട്, കണ്ടാൽ മതി. ഈ ടെക്നിക്സ് ഏതൊക്കെ, CRISPR-Cas9, കാസ് എന്ന് പറയുന്ന ഒരു മോളിക്കുലാർ സിസറാണ് Cas9 എന്ന് പറയുന്നത്. ഒരു എൻസൈം പോലത്തെ ഒരു സാധനമാണ് വന്നിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ പോകുന്നത്. ഇനി ZFN ഉണ്ട്, ടാലൻസ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് ആ ഒരു ഫുള്ള് വലിയൊരു പേരുണ്ട്, അതായത് പ്രൊണൗൺസിയേഷൻ ഒന്നുമില്ല, ISDRA2TNPB. TNPB എന്ന് പറയുന്നത് പൊതുവെ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു Cas12 ഉണ്ടല്ലോ, നമ്മുടെ Cas9 പോലെ തന്നെ Cas12 ഉണ്ട്, ഒരു മോളിക്കുലാർ സിസ്റ്റർ. അതിന്റെ ഒരു വേറെ രൂപമാണ് TNPB. ഇത് എവിടെ കാണപ്പെടുന്നത്, ഈ പറഞ്ഞ സാധനം പ്ലാന്റ്സിലാണ് കേട്ടോ. നമ്മൾ പറയുന്ന പോലെ അനിമൽസിന്റെ കേസസിലേക്ക് അല്ല ചിന്തിക്കുന്നത്, പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നതല്ല, പ്ലാന്റ്സിലാണ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ടെക്നിക്കൊക്കെ പറഞ്ഞതൊക്കെ ജസ്റ്റ് ഒന്ന് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്ലിയർ ആയി മനസ്സിലാവും തോന്നുന്നു. ന്യൂക്ലിയസ് നമ്മൾ ക്രോമസോം എടുക്കുന്നു, നമ്മളെടുക്കല് ക്രോമസോമിലുള്ള സാധനം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനകത്തുള്ള എന്താണോ ഡിഫക്റ്റ്, ആ ഡിഫക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമുക്ക് എന്താണോ വേണ്ടത് അത് അവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ക്ലിയർ നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു DNA കിട്ടുകയാണ്. ഇതാണ് DNA എഡിറ്റിംഗ് നടത്തുന്നത്. എന്താണ് DNA എഡിറ്റിംഗും RNA എഡിറ്റിംഗും തമ്മിൽ വ്യത്യാസം? RNA എഡിറ്റിംഗ് റീസെന്റ് ന്യൂസിൽ വന്നാണ് ഈ ഒരു ടോപ്പിക്, അതുകൊണ്ടാണ് അത് എടുത്തിട്ടത്. RNA എഡിറ്റിംഗിനും DNA എഡിറ്റിംഗും, RNA എഡിറ്റിംഗ് നമുക്ക് വെച്ചിട്ട് കുറച്ച് ഒരു അസുഖം കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ RNA എഡിറ്റിംഗ് DNA എഡിറ്റിംഗിന്റെ ഇതൊന്നും ജസ്റ്റ് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. RNA എഡിറ്റിംഗ് പൊതുവെ ടെമ്പററി ആയിട്ടുള്ള സാധനമാണ്. എന്തുകൊണ്ടാണ്? mRNA, അതായത് മെസ്സഞ്ചർ RNAയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രോട്ടീൻ സിന്തസിസിലെ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ DNA-യിലാണെന്നുണ്ടെങ്കിലോ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു സാധനമാണ് DNA, അല്ലെ? നമുക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് DNA. ഇതിലുള്ള ഡിഫക്റ്റ് മാറ്റുന്നതും RNA-യിലെ ഡിഫക്റ്റ് മാറ്റുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ പ്രോട്ടീൻ മാത്രം സിന്തസിസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇവിടെയാണെങ്കിലോ DNA-യിലുള്ള പ്രശ്നം നമ്മൾ പരിഹരിച്ച് അവിടെ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹെറിഡിറ്ററി വരുന്ന ഡിസീസസ് നമുക്ക് മാറ്റാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും. ഓക്കെ, ഡിഫറൻസ് അതാണ്, മെയിൻ ഡിഫറൻസ് അതാണ്. അതായത് RNA-ന്റെ കാര്യം, RNA എഡിറ്റിംഗ് എന്ന് പറയുന്നത് ടെമ്പററിയാണ്. പ്രോട്ടീൻ സിന്തസിസ് ചെയ്ത് കഴിഞ്ഞോ പ്രശ്നങ്ങൾ തീർന്നു. ആ DNA-യിൽ വീണ്ടും ആ ഡിഫക്റ്റ് DNA-യിൽ എന്തോ ഡിഫക്റ്റ് ഉണ്ടായതുകൊണ്ടാണല്ലോ ആ പറഞ്ഞ നമ്മൾ ആ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് ആ ഡിഫക്റ്റ് എങ്ങോട്ടും കൂടി മാറിപ്പോയത്, RNA-യിലേക്കും വന്നത്. ആ RNA-യിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയിട്ടുള്ളൂ, അതിന് പകരം DNA-യിലുള്ള പ്രശ്നം മാറ്റിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് RNA എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു
ടെമ്പററി സാധനമാണ്. DNA എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് രീതിയിൽ. എന്നാൽ ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, പലതിനും പല അപ്ലിക്കേഷൻസും ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ DNA എഡിറ്റിംഗ്, RNA എഡിറ്റിങ്ങിനെ മൊത്തത്തിൽ ജീൻ എഡിറ്റിംഗ് എന്ന് വിളിക്കുകയാണെങ്കിൽ, അതുപോലെ ജീൻ മോഡിഫിക്കേഷൻ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഓക്കെ, ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? പ്രിസൈസ് ആയിട്ടുള്ള ഓൾട്ടറേഷൻ. അതായത് നമുക്ക് എവിടെയാണോ ആ ജീനിൽ എവിടെയാണോ പ്രശ്നം, A ആണോ G ആണോ എന്തിലാണോ പ്രശ്നം, അത് മാത്രം കറക്റ്റ്, അത് പോയിട്ട് അത് മാത്രം കറക്റ്റ് ചെയ്യുന്നതാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ജീൻ മോഡിഫിക്കേഷനോ അവിടെ പ്രശ്നത്തിനെ ഓൾട്ടർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മറ്റെന്ത് ചെയ്യുന്നു? കട്ട് ചെയ്തെടുത്തിട്ട് പുതിയൊരു സാധനത്തിനെ വെക്കുന്നത് പോലെയാണെങ്കിൽ അവിടെ തന്നെ ഉള്ളതിലുള്ള പ്രശ്നങ്ങൾ മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് റീകോമിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് എന്തിനാണ്? ജീൻ മോഡിഫിക്കേഷൻ. അത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. GM ക്രോപ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ജെനറ്റിക് മോഡിഫിക്കേഷൻ. റീകോമിനന്റ് DNA ടെക്നോളജി വന്നതിന് ശേഷമാണ് ആക്ച്വലി ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന മറ്റൊരു പേരുണ്ട് ഇതിന്. ഇത് വന്നതിന് ശേഷമാണ് എന്ത് പറഞ്ഞത്, നമ്മുടെ ബയോടെക്നോളജി വല്ലാതെ ഭയങ്കരമായിട്ട് ഒരു റെലവൻസ് കിട്ടി തുടങ്ങിയതും ബയോടെക്നോളജിക്ക് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നതും ശരിക്കും റീകോമിനന്റ് DNA ടെക്നോളജി കണ്ടുപിടിച്ചതിന് ശേഷം. ഓക്കെ, അതുപോലെ ഇവിടെ ജീൻ എഡിറ്റിംഗിനാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് CRISPR-Cas9 ഉണ്ട്, ടാലൻസ് ഉണ്ട്, ZFN ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഇതിന്റെ സ്കോപ്പ് എന്താ? മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ ടാർഗറ്റഡ് ചേഞ്ചസ്. നമുക്ക് വേണ്ട ചേഞ്ചസ് എന്താണോ അതിലേക്കാണ് നമ്മൾ എന്ത് പോകുന്നത്? ജീൻ എഡിറ്റിംഗിൽ പോകുന്നത്. എന്നാൽ ജീൻ മോഡിഫിക്കേഷൻ എങ്ങോട്ടായിരിക്കും? കുറച്ചും കൂടെ വലിയൊരു സ്കെയിലുള്ള മോഡിഫിക്കേഷൻ. നമ്മുടെ ഇപ്പോൾ BT കോട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ, ആ മൊത്തത്തിലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തത്, അല്ലേ? ഇനി അപ്ലിക്കേഷൻസ് എന്താണ്? ജെനറ്റിക് മ്യൂട്ടേഷൻസും ജീൻ തെറാപ്പിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ജീൻ തെറാപ്പി എന്താ നമുക്ക് നോക്കാം. അതേപോലെ ട്രാൻസ്ജെനിക് ഓർഗാനിസം അല്ലെങ്കിൽ മോഡിഫൈങ് ട്രേറ്റ്സ് ആണ്. അതായത് BT കോട്ടൺ എന്ന് പറയുന്നത് എന്താ? മറ്റൊരു പുതിയൊരു ഓർഗാനിസം പോലത്തെ ഒരു സാധനമാണ്, അല്ലെ? കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ലെങ്കിലും എന്നാലും ട്രാൻസ്ജെനിക്, മറ്റൊരു പുതിയൊരു സാധനം എന്നുള്ള രീതി. അതായത് ഇയാളുടെ ജീനാണെങ്കിലും മറ്റൊരാളുടെ ജീനും കൂടെ ഇൻഫ്യൂസ്ഡ് ആയിട്ടൊരാണ്. അതാണ് ട്രാൻസ്ജെനിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അത് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, ജെനറ്റിക് മോഡിഫിക്കേഷൻ വന്നിരിക്കുന്ന നമ്മുടെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. BT കോട്ടൺ, BT മസ്റ്റാർഡ്, GM മസ്റ്റാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലിസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ കൂടെ കമേഴ്ഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്പീഷീസേ ഉള്ളൂ. അത് BT കോട്ടൺ മാത്രമേ ഉള്ളൂ. മറ്റൊന്നിനും നമ്മൾ കമേഴ്ഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തില്ല. ലബോറട്ടറി സ്റ്റേജിലുണ്ട്. ഒരു ഇഷ്യൂ പറയുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ അങ്ങനെ കമേഴ്ഷ്യലി യൂസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസും നമ്മൾ കുറെ പറഞ്ഞു വരുന്നുണ്ട്. അതിന്റെ ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ഒന്ന് നോക്കി വെക്കാൻ നല്ലതായിരിക്കും. നമ്മൾ എൻവയോൺമെന്റിൽ നോക്കുന്നതാണ് എന്താണ് കാർട്ടജീന പ്രോട്ടോകോൾ, ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസിനെ പറ്റിയിട്ട്, കാരണം അതിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എന്ത് കാർട്ടജീന പ്രോട്ടോകോൾ. അപ്പോൾ അതിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലും തൽക്കാലം ഒരു 10 വർഷത്തേക്ക് നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഒരു റെക്കമെൻഡേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഒരു PYQ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അത് മനസ്സിലാവും. ഓക്കെ, ഇനി അത് പറഞ്ഞുകൊണ്ട് ജീൻ തെറാപ്പിയുടെ കാര്യം പറഞ്ഞു, നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് ജീൻ തെറാപ്പി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. ജീൻ തെറാപ്പി ഉദ്ദേശിക്കുന്നത് 2 രീതിയിൽ ചെയ്യാം. അതായത് ജീൻ തെറാപ്പി തന്നെയാണ്, നമ്മൾ DNA എഡിറ്റ് ചെയ്യുന്നിട്ട് ആ തെറാപ്പി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ജീൻ തെറാപ്പി, അല്ലെ? അപ്പോൾ ഈ ജീൻ തെറാപ്പിയിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഇൻ വിവോ ചെയ്യാം, അല്ലെങ്കിൽ എക്സ് വിവോ ചെയ്യാം. അതായത് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലാബിൽ അതിന്റെ പ്രൊഡക്ഷൻ നടത്തിയിട്ട് പിന്നെ അതിനെ നമുക്ക് ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ജീന്, നമുക്ക് എന്താണോ പ്രശ്നം, നമ്മുടെ എന്താണോ പ്രശ്നമുള്ളത് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ തെറാപ്പി അനുസരിച്ചിട്ടുള്ള ജീന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വൈറൽ വെക്ടറിലേക്ക് കൊടുത്ത് അത് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആന്റിബോഡി പ്രൊഡക്ഷൻ ഇല്ല എന്ന് വിചാരിക്കാം. ഒരു ഏതെങ്കിലും ഒരു ഡിസീസിനനുസരിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു ഡിസീസിന്റെ എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട്, ആ ആന്റിബോഡി പ്രൊഡക്ഷൻ നമുക്ക് ഇല്ലാതാവുമ്പോൾ നമ്മൾക്ക് ബോഡിയിൽ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു ജീൻ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളൊരു അവസ്ഥ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പുറത്തുനിന്നുള്ള ജീൻ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വൈറൽ വെക്ടർ വെച്ചിട്ട്, അതായത് ഇത് ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരാളെ എന്നുള്ള രീതിയിലാണ് വൈറൽ വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് വന്നിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യണം. അത് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി. അത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ബോഡിയിൽ വേണ്ട ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു രീതിയിലാണ്. അതാണ് എന്ത് ഇൻ വിവോ എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ് വിവോയിൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് എടുക്കും. ആ ബ്ലഡിനകത്ത് നമുക്ക്
എന്താണോ പ്രശ്നം, ഐ മീൻ നമ്മുടെ DNA കാര്യങ്ങളൊക്കെ, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ജനറ്റിക് മെറ്റീരിയൽ കംപ്ലീറ്റ് ഉണ്ടാവുമല്ലോ, അതെടുക്കുന്നു. അത് ലാബിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഈ പറഞ്ഞ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ജീൻസ് വൈറൽ വെക്ടറിലേക്ക് ഇഞ്ചെക്ട് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ ബ്ലഡിൽ കൊടുത്ത് ആ ബ്ലഡിലെ ആ കൾച്ചർ അല്ലെങ്കിൽ ആ ചേഞ്ചസ് നമ്മൾ പുറത്തു നിന്ന് ചെയ്തതിന് ശേഷം ആ ബ്ലഡാണ് എന്തിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിൽ അത് എക്സ് വിവോ ആയിരിക്കും. ലബോറട്ടറിയിലാണ് കൾച്ചർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പോൾ ഈ മോസ്റ്റ്ലി ബ്ലഡ് ആയിരിക്കും എടുക്കുന്നത്. ഇതും ചെയ്തു വരുന്നുണ്ട് ഈ കാര്യം, ജീൻ തെറാപ്പി. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർട്ടി സെൽ എന്നൊക്കെ പറഞ്ഞിട്ട്, കാർട്ടി സെൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഒരു ക്വസ്റ്റൻ ആയിരുന്നു എന്തായാലും, ഈ കാർട്ടി സെൽ തെറാപ്പി എന്താണെന്നുള്ള രീതിയിൽ. അപ്പോൾ കാർട്ടി സെൽ തെറാപ്പി ഇതാണ്, ജീൻ തെറാപ്പിയാണ്. ജീനിലുള്ള പ്രശ്നങ്ങൾ മാറ്റുക. ജീനിലെ പ്രശ്നങ്ങൾ മാറ്റി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മാറും. അപ്പോൾ ആക്ച്വലി നമുക്ക് നോക്കാനുള്ളത് ഇതിനൊരു റെലവൻസ്, ഇത് ഓൾറെഡി മുന്നേ ഉള്ള ഒരു കാര്യമാണല്ലോ. എന്താ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് ഇന്ത്യയുടെ ഓൺ കാർട്ടി സെൽ തെറാപ്പിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു നെക്സ്കാർ 19 കാർട്ടി തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി ഇന്ത്യൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ പേര് നോട്ട് ചെയ്ത് വെച്ചേക്കണേ, നെക്സ്കാർ 19. ഓക്കെ, ഇത് IIT ബോംബെ ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഒന്ന് പോവാം. അതിന് മുന്നേ ഒരു കാര്യം, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നുണ്ട്. കാസ്ഗെവിയൻ അല്ലെങ്കിൽ കാസ്ജെവി എന്താണെന്നുണ്ടെങ്കിലും ലൈഫ് ജീനിയ എന്നുള്ള ഒരു പേര്, ഈ രണ്ടും എന്തിനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ജീൻ തെറാപ്പിക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത് രണ്ടും ജീൻ തെറാപ്പി എന്തിനെ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സിക്കിൾ സെൽ ഡിസീസസിനാണ്. സിക്കിൾ സെൽ അനീമിയ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആ സിക്കിൾ സെൽ അനീമിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, കാസ്ഗെവി അല്ലെങ്കിൽ ലൈഫ് ജീനിയ എന്ന് പറയുന്ന ജീൻ തെറാപ്പീസ്. പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ കാസ്ഗെവി അല്ലെങ്കിൽ പറഞ്ഞ കാർട്ടി തെറാപ്പി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടേം വന്നിട്ട് ആ റിലേറ്റഡ് ടു വോട്ട് എന്നുള്ള രീതിയിൽ ചോദിച്ച് കുറച്ച് ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. പക്ഷെ അതൊരു ക്വസ്റ്റൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. സിക്കിൾ സെൽ ഡിസീസ് എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, ജീൻ തെറാപ്പി ഉപയോഗിച്ചിട്ട് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കാം. ഇനി ഇന്ത്യയുടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കാർട്ടി സെൽ തെറാപ്പിയുടെ ഒരു ഇതെന്തായിരുന്നു, നെക്സ്കാർ 19 കാർട്ടി. ഇത് PIBയിൽ വന്ന ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതിന് മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തതെന്ന് മാത്രമല്ല, ഇതാണ് വേൾഡ്സ് ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെടുന്നത്. PIBയിൽ തന്നെ എഴുതിയിട്ടുണ്ട് വേൾഡ്സ് ചീപ്പസ്റ്റ് തെറാപ്പി എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു മെത്തഡാണ് നമ്മുടെ കാർട്ടി സെൽ തെറാപ്പി, ഇവിടുത്തെ കാർട്ടി സെൽ തെറാപ്പി. ഇനി കാർട്ടി സെൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ജീൻ തെറാപ്പി പോലെ തന്നെയാണ് കാര്യം ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന കാർ എന്നുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. ഈ കാറിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമറിക് ആന്റിജൻ റിസെപ്റ്റേഴ്സ് ആണ്. റിസെപ്റ്റേഴ്സ് എപ്പോഴും എനിക്ക് മാറിപ്പോറുണ്ട്, നിങ്ങൾക്ക് മാറാതെ നോക്കുക. കൈമറിക് ആന്റിജൻ റിസെപ്റ്റേഴ്സ് ആണ് കാർ എന്ന് പറയുന്നത്. T സെൽസ്, B സെൽസ് എന്നൊക്കെ പറഞ്ഞ സെൽസ് ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എവിടെ കാണുന്നത്, വൈറ്റ് ബ്ലഡ് സെൽസിലാണ് നമുക്കുള്ളത്. അന്ന് നമ്മുടെ ആന്റിബോഡീസ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അല്ലെ അവിടെ വരുന്നത്. അപ്പൊ ഇതൊന്ന് ഈ ഒരു പ്രോസസ്സ് ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഈ നെക്സ്കാർ 19 കാർട്ടി എന്ന് പറയുന്നത് എന്തിന് റിലേറ്റ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഇതാണ്, ഇത് വേൾഡ് ചീപ്പസ്റ്റ് ആണെന്ന് പറയാം വേണമെങ്കിൽ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് കുറവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ചിലപ്പോൾ ഇപ്പൊ ഈ അടുത്തായിട്ട് UPSCക്ക് ഒരു സ്വഭാവം വെച്ചിരിക്കുന്നത് കുറച്ചും കൂടെ ഫാക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്ന ഒരു സ്വഭാവമുള്ള സ്ഥിതിക്ക് വരാൻ പാടില്ല എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആവുന്ന ചാൻസ് ഉള്ളതാണ് കാർട്ടി സെൽ തെറാപ്പീന്റെ ഒരു എന്താ പറയുക, എങ്ങനെ നടക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ തന്ന് മൊത്തം 3 സ്റ്റേറ്റ്മെന്റ് തരാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇതില് പൊതുവെ നമുക്ക് തെറ്റിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ വരുന്നതാണ്, നമുക്ക് കൂടുതൽ അറിയാൻ ചാൻസ് ഉള്ള കാര്യങ്ങളായിരിക്കും UPSC തെറ്റിക്കുക. എന്നാൽ നമുക്ക് അറിയാൻ ചാൻസ് കുറവുള്ള കാര്യങ്ങൾ പൊതുവെ അങ്ങനെ തെറ്റിക്കാൻ കുറവായിരിക്കും. ഇതൊരു യൂണിവേഴ്സൽ ലോ ആയിട്ട് എടുക്കണ്ട, പക്ഷെ എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിവേ ഈ കാർട്ടി സെൽ തെറാപ്പിയും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. കാർട്ടി സെൽ തെറാപ്പീൻ്റെ രീതികൾ, ബ്ലഡ് എടുക്കുന്നു, പിന്നെ അതിലെ T സെൽസിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തു, എന്നിട്ട് അതിന് എന്ത് ചെയ്തു, യൂസ് ചെയ്യുന്നത് എന്താണ്, കൈമറിക് ആന്റിജൻ റിസെപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ആ പ്രോട്ടീൻസ് ആഡ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിനെ നമ്മൾ വീണ്ടും കൾച്ചർ ചെയ്തിട്ട് ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ട് പേഷ്യൻറ്റിലേക്ക് കൊടുക്കുന്നു. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് മെത്തേഡ് തന്നെയാണ് കേട്ടോ. കാരണം ക്യാൻസറിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല സക്സസ് റേറ്റ് പോകുന്നുണ്ട്. ഈ
പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് കാർ ടി സെല്ലിന്റെ ഒരു ഉപയോഗം. ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു ഡിസീസിന്റെ ഏരിയ വരികയാണ് മൈറ്റോകോൺഡ്രിയൽ ഡിസീസസ്. എന്താ മൈറ്റോകോൺഡ്രിയൽ ഡിസീസസ് എന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്കുള്ള നമ്മുടെ ബോഡിയിലുള്ള മൈറ്റോകോൺഡ്രിയയിലും ഈ പറഞ്ഞ നമ്മുടെ DNA കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ തന്നെയാണ്, ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ DNA കാണപ്പെടുന്ന സ്ഥിതിക്ക് മൈറ്റോകോൺഡ്രിയാസ് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ DNA മെറ്റീരിയലും ട്രാൻസ്ഫർ ആയി പോകും. ഹെറിഡിറ്റിക്കലി നമുക്ക് ട്രാൻസ്ഫർ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എങ്ങനെയാ, എഗ് ഫ്രം ഫീമെയിലും അതുപോലെ തന്നെ സ്പേം ഫ്രം മെയിലിൽ നിന്നും കൂടെ വന്നിട്ട് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണല്ലോ ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സൈഗോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എംബ്രിയോ ആയി മാറും. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിന്റെ സമയത്ത്, അതായത് ഈ സൈഗോട്ട് ഫോർമേഷന്റെ സമയത്ത് എന്തും കൂടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മൈറ്റോകോൺഡ്രിയ കൂടെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്ത് വരും. മൈറ്റോകോൺഡ്രിയയും കൂടെ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഓക്കെ, നമ്മളിപ്പോ എവിടുന്ന് വന്നു, ആ പാരന്റ് സെല്ലിൽ നിന്ന് വന്ന ജനറ്റിക് മെറ്റീരിയലോ അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയോ എല്ലാം ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മൈറ്റോകോൺഡ്രിയക്ക് ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. മൈറ്റോകോൺഡ്രിയക്ക് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിഫക്റ്റീവ് ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയ ഹെറിഡിറ്റിക്കലി എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരാള് അതും ഒരേപോലെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മൈറ്റോകോൺഡ്രിയ ആണ് നമുക്ക് ആ സമയത്ത് വന്ന് ഫ്യൂസ് ആയത് എങ്കിൽ അതേപോലെ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ബോഡിയിൽ ഉണ്ടാവും. എന്തായിരുന്നു മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്, നമുക്ക് പവർ ഹൗസ് ആണ്. അതുകൊണ്ട് തന്നെ എനർജി ഇല്ലാതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീക്ക് മസിൽസ്, അതുപോലെ ബ്രെയിൻ ഡെത്ത് നടക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, പാർക്കിൻസൺ ഡിസീസ് ഒക്കെ ഉണ്ടല്ലോ. ഈ ഡിസീസസിനൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈറ്റോകോൺഡ്രിയൽ ആയിട്ടുള്ള ആ ഒരു പവർ ഹൗസ് എന്ന് പറയുന്ന സാധനം പൊതുവെ ഡിഫക്റ്റ് ആയി പോകുന്നുള്ളതിന്റെ റീസൺ ആണ്. ഇതിനകത്ത് എന്തുണ്ട്, ഈ പറഞ്ഞ DNA കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഈ ട്രാൻസ്ഫർ ആയി പോകുന്നതിന്റെ ഒരു പ്രശ്നം വരുന്നത്. ഇനി ഇതിൽ മെയിൻ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്പേമിനകത്തും അതുപോലെ തന്നെ എഗ്ഗിനകത്തും എന്തുണ്ട്, മൈറ്റോകോൺഡ്രിയ ഉണ്ട്. പക്ഷേ ഈ സ്പേമിനകത്തുള്ള മൈറ്റോകോൺഡ്രിയ സൈഗോട്ടിൽ ഫോം ചെയ്യുന്ന മൈറ്റോകോൺഡ്രിയ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ബന്ധമില്ല. പക്ഷേ എഗ്ഗിലുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഹെറിഡിറ്റിക്കലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ എവിടുന്നാ പ്രശ്നം വരുന്നത്, ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെൽസ് എന്നാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീമെയിലിലെ റീപ്രൊഡക്റ്റീവ് സെല്ലിലുള്ള മൈറ്റോകോൺഡ്രിയ ആണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുകയും ഈ മൈറ്റോകോൺഡ്രിയ നമുക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിൽ പോകാനുള്ള പ്രശ്നങ്ങൾ മാറുമല്ലോ. എടുത്ത് വെറുതെ മാറ്റിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, ആ മാറ്റിയ സ്ഥലത്തേക്ക് പുതിയൊരു നല്ലൊരു മൈറ്റോകോൺഡ്രിയയും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ഇൻഫ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ഒരു പ്രോസസ്സ്. ഇതാണ് 3 parent ബേബി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡിഫക്റ്റീവ് ആയിട്ടുള്ള മദേഴ്സിന്റെ എഗ്ഗിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആ ന്യൂക്ലിയസ് എടുത്ത് മാറ്റുകയാണ്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അവിടേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് വിടുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോകും. അപ്പോൾ 3 parents ഇൻവോൾവ് ആണ്, 2 female cells and 1 male cell എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, ഇതിൽ തന്നെ 2 രീതിയിൽ പറയാറുണ്ട്. ഒന്ന് പ്രോ ന്യൂക്ലിയർ ട്രാൻസ്ഫറും മറ്റൊന്ന് സ്പിൻഡിൽ ട്രാൻസ്ഫറും. ഈ പ്രോ ന്യൂക്ലിയർ എന്ന് പറയുന്നത് അതായത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഡിഫക്റ്റീവ് ആയിട്ടുള്ള സെല്ല് തന്നെ, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സെല്ലും അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എഗ്ഗും സ്പേമും കൂടെ ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം എന്നിട്ടാണ് അതിലെ ആ ന്യൂക്ലിയസ് മെറ്റീരിയൽ എടുത്ത് മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ട് ഒന്ന് കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ അതിനാണ് പ്രോ ന്യൂക്ലിയർ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഈ തന്നിരിക്കുന്ന ഡയഗ്രാം അനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യമേ ആ എന്താ പറയുക, നമ്മുടെ ആ ഒരു എഗ്ഗിലെ ലോകത്തിലെ എന്തെടുത്ത് മാറ്റുന്നു, ഈ പറഞ്ഞ ന്യൂക്ലിയസ് എടുത്ത് മാറ്റിയിട്ട് അതിനകത്തോട്ട് ഈ ഹെൽത്തി ആയിട്ടുള്ള സാധനം വെക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയും സ്പിൻഡിൽ ട്രാൻസ്ഫർ. സ്പിൻഡിലാണ് എടുത്ത് മാറ്റുന്നത് എന്നുള്ള രീതിയിലാണ് പറയാം. ഓക്കെ, ഇതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇത് എന്തിനു യൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, മൈറ്റോകോൺഡ്രിയയുടെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് പാർക്കിൻസൺ ഡിസീസ്. അപ്പോൾ ഈ പാർക്കിൻസൺ ഡിസീസ് മാറ്റാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ഈ പറഞ്ഞത്. ഓക്കെ, ബയോ-E3 പോളിസിയിലേക്ക് പോകുന്ന സമയത്ത് ബയോ-E3 എന്ന് ഉദ്ദേശിക്കുന്നത് ബയോടെക്നോളജി ഫോർ E3. ഈ കാര്യം പറഞ്ഞാൽ എക്കണോമി ഉണ്ട്, എൻവയൺമെന്റ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ഉണ്ട്. അതായത് നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് പോവാണ്. മെയിനായിട്ട് ബയോ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ബയോ ഫൗണ്ടറി എന്ന് പറയുന്ന 2 ടേമിലേക്കാണ് ഇത്
വൈഡായിട്ട് പോവാണ് ആക്ച്വലി. അതായത് ബയോടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ മാസ് സ്കെയിലുള്ള പല പ്രൊഡക്ഷൻസിലേക്കും നീങ്ങാൻ പോവാണെന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത് BioE3 പോളിസി. BioE3 പോളിസി ഏതൊക്കെ ഫീൽഡിലേക്ക് പോകുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇപ്പോൾ എവിടേക്കാ ഹൈ വാല്യൂ ബയോ ബേസ്ഡ് കെമിക്കൽസ്, നമുക്ക് ആ ഒരു സെക്ടർ മാത്രം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. 6 സെക്ടറാണ് ഉള്ളത്. ഒന്ന് കെമിക്കലാണ്, മറ്റൊന്ന് എന്താണ് എൻസൈമാണ്, അതായത് ബയോപോളിമേഴ്സ് ആൻഡ് എൻസൈംസ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. പിന്നെ ഫുഡിന്റെ കേസിലേക്ക് പോകുന്നുണ്ട്. പിന്നെ എവിടെ പോകുന്നത് തെറാപ്യൂട്ടിക്സ്, നമ്മുടെ ഫാർമസിയുടെ കേസിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ എന്താ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറിലേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ, വീണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ. പിന്നെ മറൈൻ ആൻഡ് സ്പേസ് എന്നുള്ള രീതിയിലും നമുക്ക് ഇത് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് BioE3 പോളിസിന്റെ മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് അല്ലെങ്കിൽ തീംസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഡയറക്റ്റ് PIBയിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്, എപ്പോഴും യൂസ്ഫുൾ ആണ്. PIBയിൽ വരുന്നതൊക്കെ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയല്ലേ, ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കാം എന്നുള്ളത്. ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഗവൺമെന്റ് സോഴ്സ് ആണ് PIB. അപ്പോൾ അവിടുന്ന് വന്നതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുന്നതിൽ ഒരു റിഗ്രറ്റും വേണ്ട, നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം, പല മെത്തേഡ്സും പറയുന്നുണ്ട്, സ്ട്രാറ്റജീസ് പറയുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യുന്നതാണ് ബയോ മാനുഫാക്ചറിങ്ങും ബയോ AI ഹബ്സും. അതായത് ഈ ബയോടെക്നോളജി AIയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട്, ബയോടെക്നോളജിയും AIയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഹബ്ബും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതല്ലാതെ എന്താ ബയോ ഫൗണ്ടറീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓർഗാൻ ഓൺ ചിപ്പ് ടെക്നോളജി, അതുപോലെ സ്ഫെറോയിഡ്സ്, അങ്ങനെ പലതരം രീതിയിലേക്ക് ഇതിലേക്ക് പോകുന്നുണ്ട്. ബയോസിമിലേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വലിയൊരു ഫാക്ടറാണ്. ആക്ച്വലി ഇതൊക്കെ മുന്നേ ന്യൂസിൽ വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ ടോപ്പിക്സ് വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിലവൻ്റ് ആയിട്ട് വന്നു എന്നുള്ളൂ. അതായത് BioE3 എന്ന് പറയുന്ന പോളിസി വന്നതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് റിലവൻസ് വന്നു എന്നുള്ളൂ. മനസ്സിലാക്കുന്ന സമയത്ത്, ജസ്റ്റ് ഒന്ന് വായിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഓർഗൻ ഓൺ ചിപ്പ് ടെക്നോളജി, സ്ഫെറോയിഡ്സ് ഒക്കെ എന്താണെന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്തു, ബയോടെക്നോളജീന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഞാനിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിട്ടും കൂടെ മാപ്പ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചു തന്നേക്കുന്നത് അല്ലേ. അത് തന്നെ സഫീഷ്യൻ്റ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നമ്മൾ നേരത്തെ PYQ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, PYQ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ഹൈഡ്രോജൻസിന്റെ കാര്യം. ഹൈഡ്രോജൻസ് ശരിക്കും ബേസിക്കലി ഒരു ബേസിക് സയൻസ് ആണ്. എന്നാൽ ഇത് എടുത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺട്രോൾ ഡ്രഗ് ഡെലിവറി ഇൻ പേഷ്യൻസ് പറഞ്ഞൊരു ടേം വന്നതുകൊണ്ട് മാത്രം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ആക്ച്വലി ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. ഇതിനകത്ത് ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് എന്താ യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബയോമെഡിക്കൽ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡ്രഗ് ഡെലിവറി യൂസ് ചെയ്യുന്നുണ്ട്, ബയോമെഡിസിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൊബൈൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഓഫ് കോഴ്സ് വെള്ളമല്ലേ, കണ്ടീഷനിങ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇനി ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസ്, വീണ്ടും ഹൈഡ്രോജെൽ അല്ലേ, വെള്ളം ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രശ്നമുണ്ടോ. അപ്പോൾ എന്തായാലും എല്ലാം വരും. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ്. ഇന്ത്യ ഡസ് നോട്ട് ഇമ്പോർട്ട് ആപ്പിൾസ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആര് പറഞ്ഞു നിങ്ങളുടെ നമ്മൾ കൊണ്ടുവരില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ആക്ച്വലി ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇനി അതുമല്ല, ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യാൻ നോക്കിയ നോളേജ് അതുമല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ്, ഇൻ ഇന്ത്യ ദ ലോ പ്രൊഹിബിറ്റ്സ് ദ ഇമ്പോർട്ട് ഓഫ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് കോമ്പീറ്റന്റ് അതോറിറ്റി. അല്ലെ, ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ് പോട്ടെ, ജെനറ്റിക്കലി മോഡിഫൈഡ് ഒരു ക്രോപ്പ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം, അതിന്റെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റി നമുക്ക് അപ്രൂവൽ തരണമല്ലോ. ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി നമുക്ക് അപ്രൂവൽ തന്നിട്ടുണ്ടെങ്കിൽ ഉള്ള രീതിയിൽ മാത്രമേ ഇത് പോവുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഏരിയൽ മെറ്റാജീനോമിക്സ് എന്ന് പറയുന്നത്. ഏരിയൽ മെറ്റാജീനോമിക്സ് എന്താണെന്ന് നമുക്കറിയാലോ. അപ്പോൾ കളക്ടിങ് DNA സാമ്പിൾസ് ഫ്രം എയർ ഇൻ ആൻ ഹാബിറ്റഡ് അറ്റ് വൺ ഗോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആക്ച്വലി മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് ഇറലവന്റ് അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ കാര്യമായിട്ട് ഏരിയൽ എന്ന് പറഞ്ഞ എയർ ആണല്ലോ, ജീനോമിക്സ് എന്ന് നമുക്കറിയാം, മെറ്റാജീനോമിക്സ് ആ ഒരു മെറ്റ എന്നുള്ള രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടും. മറ്റേതൊക്കെ ആക്ച്വലി വലിയൊരു ലോജിക്കലി പോകുന്നില്ല, ഇൻകൺസിസ്റ്റന്റ്. ഇനി മൈക്രോ സാറ്റലൈറ്റ് DNA നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, DNA സാറ്റലൈറ്റ് DNA എന്താണെന്ന് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്, DNA ആണ്. മറ്റേതെങ്കിലും പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് DNA ആയിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാര്യം ക്ലിയർ ആവും. ഇവിടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നില്ലേ. അപ്പോൾ
ആ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എവല്യൂഷണറി അല്ലെങ്കിൽ ഹെറിഡിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ തന്നെ ഈ പറഞ്ഞ കേസും ശരിയാവും. ഇനി അടുത്ത DNA ബാർകോഡിങ് എന്തിനു യൂസ് ചെയ്യാം? ഓക്കെ, ഇവിടെ അസസിങ് ദ ഏജ് ഓഫ് എ പ്ലാന്റ് ഓർ അനിമൽ, ഡിസ്റ്റിംഗ്വിഷ് എമംഗ് സ്പീഷീസ് ദാറ്റ് ലുക്ക് അലൈക്ക്, ഐഡന്റിഫൈ അൺഡിസൈറബിൾ അനിമൽസ് ഓർ പ്ലാന്റ് മെറ്റീരിയൽസ് ഇൻ എ പ്രോസസ് ഫുഡ്. ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കൂടെ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമുള്ളൂ, DNA ബാർകോഡിങ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ബാർകോഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഇതൊരു ഫിംഗർ പ്രിന്റ് പോലത്തെ ഒരു കേസാണ്. നമുക്ക് എല്ലാ സ്പീഷീസിനാണ്, ഇൻഡിവിജ്വലിനല്ല, എല്ലാ സ്പീഷീസിനും അവരുടേതായ ഒരു രീതിയിലുള്ള ഒരു ബാർകോഡ് ഉണ്ട്, DNAയുടെ ബാർകോഡ് ഉണ്ട്. അതായത് ആ ഒരു സ്പെസിഫിക് മെറ്റീരിയൽ ഉണ്ട്, നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലത്തെ ഒരു കാര്യം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്പീഷീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതുപോലെ ആ സ്പീഷീസ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഫുഡിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും പറ്റും. ഇനി ഏജ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നില്ല, അതുകൊണ്ട് ഏജ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കേസ്. ഇനി മറ്റൊരു ഇതാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞത് എന്താണ് വാക്സിന്റെ കേസ്. വാക്സിൻ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അന്ന് വന്നതാണ്, ഇപ്പോൾ ഡയറക്റ്റ് ചോദ്യം ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള എളുപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് വാക്സിൻസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ എല്ലാം തന്നിട്ടുണ്ട്, ഒന്ന് പോസ് ചെയ്തിട്ട് എല്ലാം നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ഈ ബയോഫിലിംസ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോബ്സിന്റെ ഒരു ലെയർ ആണ്, കുറേ മൈക്രോബ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ലെയർ ആയിട്ട് നിൽക്കുന്നതാണ് ബയോഫിലിംസ് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണ്? ക്യാൻ ഫോം ഓൺ മെഡിക്കൽ ഇംപ്ലാന്റ്സ് വിത്തിൻ ഹ്യൂമൻ ടിഷ്യൂസ്. ബയോഫിലിംസ് മെഡിക്കൽ ഇംപ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻ ടിഷ്യൂസ്, മൈക്രോബ്സിന്റെ ഒരു ഇതല്ലേ, ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടോ? ഇനി ഫുഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ് സർഫസസ്, അവിടെയും ഉണ്ടാവില്ല എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഫുഡ് ആൻഡ് പ്രോസസ്ഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫുഡ് പ്രോസസിങ് സർഫസ് എന്നുള്ള രീതിയിൽ, ഫുഡ് പ്രോസസിങ് സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫുഡ് പ്രോസസ് ചെയ്യുന്ന സർഫസിൽ ഉണ്ടാവാന്നുള്ള രീതിയിലല്ലേ പറഞ്ഞിട്ടുള്ളത്, അവിടെ ഉണ്ടാവാന്നല്ലേ ഉള്ളൂ. പിന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും, അതിലിപ്പോൾ എന്താ സംശയമുള്ള, എല്ലാത്തിലും ഒരു ക്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക്, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ കേസ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, ജിദ്ദ കമ്മിറ്റ്മെന്റ് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനാണെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെയാണ് ഒരു ജാക്ക്പോട്ട് എഫക്റ്റ് ഉണ്ട്. ആ ജാക്ക്പോട്ട് എഫക്റ്റും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, എക്സ്ട്രാ ക്രോമോസോമൽ DNA കേസ് പറഞ്ഞില്ലേ, അതെവിടെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എന്തിനെ റിലേറ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്ട്രാ ക്രോമോസോമൽ DNA ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹെറിഡിറ്ററി ഡിസീസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. പാസിംഗ് ഓൺ mitochondrial diseases from patient to child can be prevented by mitochondrial replacement therapy either before or ആഫ്റ്റർ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഓഫ് ദി എർത്ത്. ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയല്ലേ ഇത്. അതായത് സ്പിൻഡൽ തെറാപ്പിയും പറഞ്ഞായിരുന്നു, പ്രോ ന്യൂക്ലിയർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ 3 ബാരൻ ബേബി, അതേ കാര്യം തന്നെ പറഞ്ഞു, രണ്ടും പറ്റും എന്നുള്ള രീതിയിൽ. എ ചൈൽഡ് ഇൻഹെറിറ്റ്സ് മൈറ്റോകോൺട്രിയൽ ഡിസീസസ് എൻറ്റയർലി ഫ്രം മദർ ആൻഡ് നോട്ട് ഫ്രം ഫാദർ. പറഞ്ഞല്ലോ, സ്പേമിനുള്ളത് വരുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മൈറ്റോകോൺട്രിയ വരുന്നില്ല. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എനിവേ, ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ബയോടെക്നോളജീന്റെ റെലവൻസ് എവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ആ കറണ്ട് അഫയേഴ്സിൽ സ്റ്റാറ്റിക്കുമായിട്ട് മാപ്പ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബയോടെക്നോളജി എപ്പോഴും ഈസി ആയിട്ട് തന്നെ നിൽക്കും. ബയോടെക്നോളജി പഠിക്കുന്നത് ഇതുപോലെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.